കുറ്റാലം PWD റെസ്റ്റ് ഹൌസിലെ താൽക്കാലിക ജീവനക്കാർക്ക് മർദ്ദനം. കുറ്റാലം പാലസിലെ മുൻ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലെ സംഘമാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. സംഭവത്തെക്കുറിച്ച് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അന്വേഷണം തുടങ്ങി. ഇന്നലെ രാത്രിയാണ് സംഭവം. മദ്യപിച്ചെത്തിയ ഒരു സംഘം കുറ്റാലം റെസ്റ്റ് ഹൌസിലെ താൽക്കാലിക ജീവനക്കാരായ 3 പേരെ മർദ്ദിച്ചു. രക്ഷപ്പെട്ടോടിയ ഇവരെ പിന്തുടർന്നെത്തിയ സംഘം റോഡിലിട്ടും ആക്രമിച്ചു. നാട്ടുകാരാണ് താൽക്കാലിക ജീവനക്കാരായ നിധിൻ, സുരേഷ്, വിക്ടർ എന്നിവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചത്. സുരേഷും വിക്ടറും ചെങ്കോട്ടയിലെ ആശുപത്രിയിലും നിധിൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. കുറ്റാലം PWD റെസ്റ്റ് ഹൌസിനോട് ചേർന്നിരിക്കുന്ന കുറ്റാലം പാലസിലെ മുൻ സൂപ്രണ്ട് പ്രഭു എന്നയാളും സംഘവും ചേർന്നാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. ഇയാൾ റെസ്റ്റ് ഹൌസിൽ അനാവശ്യമായി ഇടപെടുകയും അനധികൃതമായി ചിലരെ താമസിപ്പിക്കുകയും ചെയ്തിരുന്നതായും മർദ്ദനമേറ്റവർ പറയുന്നു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് മർദ്ദനം. റെസ്റ്റ് ഹൌസിലെ പമ്പ് സെറ്റ് കേടാക്കി അതിൽ കരിയോയിൽ ഒഴിച്ചതിന് പ്രഭുവിനും സംഘത്തിനുമെതിരെ കുറ്റാലം പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുറ്റാലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.